Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വിതച്ചു. ചുങ്കത്ര, കൈപ്പിനി, അമ്പലപ്പൊയിൽ, മുണ്ടപ്പാടം പ്രദേശങ്ങളിലാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാട്ടാനകളുടെ വിളയാട്ടം. 4 അടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് വ്യാപക നാശം വിതച്ചത്. മാന്തോണി ഹംസപ്പ, മാന്തോണി ജമീല, പൂളയ്ക്കൽ അഹമ്മദ് കുട്ടി, പൂളയ്ക്കൽ സെയ്തലവി, പൂളയ്ക്കൽ അഷ്റഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ കുലച്ചു മൂപ്പത്താറായ നിരവധി വാഴകൾ, കമുങ്ങ്, തെങ്ങിൻ തൈകൾ, കപ്പ എന്നിവയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഹംസയുടെ തോട്ടത്തിൽ 1.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജലസേചന സംവിധാനവും വന്യമൃഗശല്യം ചെറുക്കാൻ നിർമ്മിച്ച തൂക്ക് ഫെൻസിംഗും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മാന്തോണി ഹംസപ്പയുടെ മഞ്ചറയിലെ തോട്ടത്തിലും കാട്ടാനക്കൂട്ടം വ്യാപക നാശമാണ് വരുത്തിയത്. നിരന്തരമുള്ള കാട്ടാനശല്യത്തിൽ കൃഷി അസാധ്യമായിരിക്കുകയാണെന്ന് ഹംസപ്പ പറയുന്നു. അവിടെ ഇപ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ വന്ന ആന വായ പറിച്ചെടുത്തു. പിന്നെ വീട്ടിലേക്കുള്ള വഴി കൂടെ ആന കയറി വേലിയൊക്കെ അങ്ങോട്ട് കൂടെ ആക്കി. അങ്ങനെ ഒരു പന തള്ളിയിട്ടുണ്ട്, തെങ്ങ് പറിച്ച് കീറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയുണ്ട്. മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി കിട്ടിയാൽ നല്ലതാണ്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പേടിയായി ഇപ്പോൾ തുടങ്ങി. ആന ഇതുവരെ കാട്ടിൽ എങ്ങനെ നടന്ന് പാടത്തൊക്കെ ഇറങ്ങാനില്ല. ഇപ്പോൾ വീടിൻ്റെ ചുറ്റുഭാഗത്തുകൂടി വന്ന് ശല്യപ്പെടുത്തലുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി വലിയ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ. പൂളയ്ക്കൽ അഹമ്മദ് കുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള വാഴകളും പച്ചക്കറികളും നശിപ്പിച്ചിട്ടുണ്ട്. സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അഹമ്മദ് കുട്ടി പറഞ്ഞു. കണ്ടമാന ആനശല്യം രൂക്ഷമായിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. രാത്രി വൈകുന്നേരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആനകൾ നേരം വെളുക്കോളം ആന നടക്കുക. പേരൻ്റെ മുറ്റത്ത് കൂടി കുട്ടികൾക്ക് വരെ പുറത്തിറങ്ങാൻ പേടി, മൂത്രയ്ക്കാൻ പുറത്തിറങ്ങാൻ പേടി. വളരെ കഷ്ടപ്പാടിലപ്പെട്ട ആളുകൾ കഴിഞ്ഞു. നമ്മൾ വൈകുന്നേരമോളം അധ്വാനിച്ചുണ്ടാക്കിയ കൃഷികൾ വെള്ളം നനച്ചിട്ടും പിന്നെ പണിക്കാരെ നിർത്തിയിട്ടും നമ്മൾ സ്വന്തം പണിയെടുത്തിട്ടും ഉണ്ടാക്കുന്ന കൃഷികൾ ഒരു നേരം വെളുക്കുമ്പോഴത്തേന് കംപ്ലീറ്റ് അത് നശിപ്പിച്ച് കളയാം. ഇതിന് ഒരു കുറേ പറയുമ്പോൾ വിളിക്കുന്ന ഇതൊന്നല്ല. ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേറെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായില്ല. പിന്നെ ഇതിൽ സോളാർ ഇട്ടുണ്ട് പറഞ്ഞുകൊണ്ട് കുറേ കാലം മുമ്പ് ഒരു വേലി സോളാർ ഇടുന്നുണ്ട് പറഞ്ഞാൽ ഇങ്ങനെ റെസിമ്പിളൊക്കെ ഉണ്ടായിങ്ങനെ. ഇപ്പം അതും കാണാനില്ല. ജനങ്ങൾക്ക് ഇവിടെ വളരെ കഷ്ടപ്പാടില്ല. ഒന്നുകൊണ്ടും ഒരു രസമല്ല. കൃഷി ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കൃഷിക്കാരനും ഇവിടെ കൃഷി ചെയ്ത് കഴിച്ചില്ലാവുന്നൊരു ബുദ്ധിയുണ്ട്. ഈ കാലത്തിൽ ആനശല്യം രൂക്ഷമാകുകയാണെങ്കിൽ ഇവിടെ എന്ത് കൃഷി ചെയ്യും, എങ്ങനെ ചെയ്യും? മനുഷ്യന് തന്നെ ഭീഷണിയാണ്. നേരം വെളുക്കുമ്പോൾ അല്ല രാത്രി നമ്മൾ പറമ്പൊക്കെ വരാനോ ഒന്ന് നോക്കാനോ ഒരു നാക്കാലിയും നമ്മൾ ആലിലും കെട്ടിടാൻ പറ്റുക. പേടിച്ചായിട്ടാൾ പേടിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ പറിച്ചു പോകും. അങ്ങനെ നമ്മൾ മാത്രമല്ല ഇവിടെ മൊത്തം ജനങ്ങൾക്കും ഭയങ്കര ഭീഷണിയിലാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ച ആനക്കൂട്ടം ഓടയ്ക്കൽ അസൈനാറുടെ വീട്ടുമുറ്റത്തെ ജലസേചന പൈപ്പ്, നടുവക്കാട് ഭാസ്കരന്റെ വീട്ടുവളപ്പിലെ വാഴ, പാറയങ്ങൽ സുലൈമാന്റെ തെങ്ങ്, പൊറ്റയിൽ ഷൌക്കത്ത്, മുഹമ്മദ് അലി മാന്തോണി അബൂട്ടി, തരിയക്കോടൻ മുസ്തഫ എന്നിവരുടെ വളപ്പിലെ തെങ്ങ്, വാഴ എന്നിവയെ നശിപ്പിച്ചാണ് മടങ്ങിയത്. ശനിയാഴ്ച രാത്രി 8 അമ്പലപ്പൊയിലെ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാനക്കൂട്ടം നിരവധി വീടുകൾക്കിടയിലൂടെ ചുറ്റിക്കറങ്ങി ഞായറാഴ്ച പുലർച്ചെയാണ് മുണ്ടപ്പോടം വഴി കാടുകയറിയത്. ഇതിനോടകം ലക്ഷങ്ങളുടെ വിളനാശമാണ് പ്രദേശത്തെ കർഷകർക്കുണ്ടായിട്ടുള്ളത്. രൂക്ഷമായ കാട്ടാനശല്യമാണ് കൈപ്പിനി, അമ്പലപ്പൊയിൽ, മുണ്ടപ്പാടം പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികൃതർ കാണിക്കുന്ന അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഈസ്റ്റ് ലൈവ്, എടക്കര.